വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനും ടീച്ചിങ് സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്കും ആത്മാർത്ഥമായി പിന്തുണ നൽകി വരുന്ന വിശിഷ്ട വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജമാലുദ്ദീൻ മുസ്ലിയാർ. അപ്പം ഏറെ സ്നേഹത്തോടു കൂടി ഈ ഒരു അവാർഡ് നൽകാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ജമാലുദ്ദീൻ മുസ്ലിയാരെ സ്വാഗതം ചെയ്തുകൊള്ളുക. റാങ്ക് ചെയ്തതായ ഷീജ എ മാമിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് അവാർഡ് വാങ്ങാനായിട്ട്. ഇസ്ലാമിക് ഹിസ്റ്ററി 1ാം റാങ്ക് നേടിയ ഹുസ്നയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹുസ്ന. എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുക്കുക. 2009-12 കാലയളവിൽ BA ഇസ്ലാമിക് ഹിസ്റ്ററിക്ക് 1ാം റാങ്ക് നേടിയിട്ടുള്ള ജുബൈരിയത്ത് ബീവിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ജുബൈരിയത്ത് ബീവി. കാലയളവിൽ BA ഇസ്ലാമിക് ഹിസ്റ്ററി 2ാം റാങ്ക് നേടിയ അബ്ദുൽ ക്ഷണിച്ചു കൊടുക്കുന്നു. അബ്ദുൽ സാറിനോട് എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ട് ഭാഗ്യമായിട്ടുള്ള ജുബൈരിയത്ത് ഖാനോട് ഈ ഒരു അവാർഡ് വാങ്ങാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുക്കുക. ഇസ്ലാമിക് ഹിസ്റ്ററിക്ക് നേടിയ ഷാനിഫ ഷാജഹാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഷാനിഫ ഷാജഹാൻ. കാലയളവിൽ 1ാം റാങ്ക് നേടിയ മുഹസിന ഷിഹാബിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഹസിന ഷിഹാബിന്റെ പിതാവാണ് അവാർഡ് സ്വീകരിക്കാനായി എത്തിയത്. 2018-21 കാലയളവിൽ 2ാം റാങ്ക് നേടിയിട്ടുള്ള സഫിയ തസ്ലീമിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാലയളവിൽ 1ാം റാങ്ക് നേടിയ ആസിയ ഷരീഫ്. ആസിയ ഷരീഫ് 2022-25 കാലയളവിൽ BA ഇസ്ലാമിക് ഹിസ്റ്ററിക്ക് 2ാം റാങ്ക് നേടിയിട്ടുള്ള ഫാത്തിമ സുഷീറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2022-25 കാലയളവിൽ 3ാം റാങ്ക് നേടിയിട്ടുള്ള ആസിയ എന്നെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആസിയ എൻ. എല്ലാവരും ഒരു കൈയ്യടി കൊടുക്കുക. ബാക്കി അവാർഡുകൾ നമ്മുടെ ഔദ്യോഗികമായ ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം ബാക്കി അവാർഡുകൾ വീണ്ടും നമ്മൾ നൽകുന്നതായിരിക്കും. അപ്പം അടുത്തതായിട്ട് TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ
ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസർ ആയിരിക്കെ കോളേജ് പ്രിൻസിപ്പലായി 2024 നിയമിതയായ വിദ്യാർത്ഥികൾക്കും സഹപ്രവർത്തകർക്കും പ്രചോദനമായ ഒരു പ്രതിഭയാണ് നമ്മുടെ പ്രിയപ്പെട്ട TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷീബ മാം. മാമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മാമിന്റെ മകളെ കുറിച്ചാണ്. മാമിന്റെ മകൾ കഴിഞ്ഞ വർഷം സിവിൽ സർവീസ് പരീക്ഷയിൽ 64ാം റാങ്ക് നേടി ഇപ്പോൾ ഒറീസയിൽ അസിസ്റ്റന്റ് കളക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. നമുക്ക് ഏവർക്കും ഒരു പ്രചോദനമായി എടുക്കാൻ പറ്റിയ ഒരു പ്രതിഭയോടാണ് മാമിന്റെ മകൾ. അപ്പം അത്രയും നല്ലൊരു മകളെ വാർത്തെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ശിവ മാമാണ്. അപ്പം മാമിനെ മുഖ്യ പ്രഭാഷണത്തിനായി ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്മൃതി സന്ധ്യയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഈ പ്രോഗ്രാമിന് ഇവിടെ എത്തിച്ചേർന്ന ഡോക്ടർ ഷഹാൻ ഹസൻ മുസ്ലിയാർ സർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ട്രസ്റ്റ് മെമ്പേഴ്സ്, പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികളെ, അലുമിനി മെമ്പേഴ്സ്, എൻ്റെ സഹപ്രവർത്തകരെ, ഇന്നത്തെ ഈ പ്രോഗ്രാം 80s സ്മൃതി സന്ധ്യ ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷത്തിന് ശേഷം ഇവിടെയുള്ള കുറച്ച് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം immense joy and pride that I welcome each and one of you back to this place where it all began, your college, your second home. Today is not just a reunion of familiar faces, but a celebration of shared dreams, cherished memories, and unshakable bond we all have with this institution. Walking these corridors may remind you of late night studies and early morning classes, friendships formed, and the ambitions that were born in here. Hello? You are living examples of what this college stands for. Your journeys filled with determination, resilience, and courage are a testament to how strong foundations can create incredible futures. Wherever life has taken you in business, academic, the arts, science, or service, you carry with your essence of your time here. Let me take the moment to remind you of something powerful. Your story is still being written. The world needs dreamers who dare, professionals with purpose, and leaders who like others as they rise. You have already accomplished much, but your potential is still unfolding. Let this gathering serve as a reminder not only of who you were, but of you are becoming. And remember, no success is too small to be proud of, and no challenge too big to overcome. The same spark that lit up your dreams during college still burns within you. Keep learning, keep growing, and most importantly, keep giving back. Inspire others, mentor the next generation, and let your legacy be one of contributions and compassion. In closing, I leave you with this thought: greatness is not a destination, it is a journey. And as proud members of this college family, I have no doubt that your journey will continue to be extraordinary. Thank you and welcome you back once to this home. Thank you all. Thank you ma'am, thank you so much. ഇനി അടുത്തതായിട്ട് നമ്മൾ വീണ്ടും അവാർഡ് നൽകാനുള്ളൊരു സമയമായിരിക്കുകയാണ്. അപ്പം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അവരെ ക്ഷണിച്ചു കൊള്ളുന്നു. 1984-87 കാലയളവിൽ ബികോമിൽ സെക്കൻഡ് റാങ്ക് നേടിയ ഗീത കെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. നല്ലൊരു കൈയടി നമുക്ക് നൽകാം. ബിക്കോസ് ഓരോ കൈയടിയും
നമുക്കുള്ള ആ ഒരു അഭിമാനവും ആ ഒരു സന്തോഷവുമാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ലൊരു കൈയ്യടി നൽകുക. കാലയളവിൽ BSc ബയോകെമിസ്ട്രിക്ക് സെക്കൻഡ് റാങ്കും 2015-17 കാലയളവിൽ MSc ബയോകെമിസ്ട്രിക്ക് തേർഡ് റാങ്കും നേടിയിട്ടുള്ള സ്നേഹ വിജയനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. സ്നേഹ വിജയൻ 2 റാങ്കാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അത് BScക്കും MScക്കും. അപ്പോൾ നല്ലൊരു കൈയ്യടി പോരട്ടെ. 2013-15 കാലയളവിൽ MSc ബയോകെമിസ്ട്രി 1ാം റാങ്ക് നേടിയ ഡോക്ടർ ഷിനി VS. ഡോക്ടർ ഷിനി VSനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു മൊമെന്റ് ഏറ്റുവാങ്ങാനായി. 2013-15 കാലയളവിൽ MSc ബയോകെമിസ്ട്രിക്ക് 1ാം റാങ്ക് നേടിയിട്ടുള്ള ഡോക്ടർ സബീനാനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സബീന 2013-15 കാലയളവിൽ MSc ബയോകെമിസ്ട്രിക്ക് സെക്കൻഡ് റാങ്ക് നേടിയിട്ടുള്ളതാണ് സബീന. 2013-15 കാലയളവിൽ 3ാം റാങ്ക് നേടിയ റംസീന B. റംസീന ബിയെ മൊമെന്റ് ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. 2014-16 കാലയളവിൽ MSc ബയോകെമിസ്ട്രിക്ക് 1ാം റാങ്ക് നേടിയിട്ടുള്ള ഷരീന എസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷരീന S. 2014-16 കാലയളവിൽ 2ാം റാങ്ക് നേടിയ അമൃത DS. അമൃത DSനെ മൊമെന്റ് ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2014-16 കാലയളവിൽ 3ാം റാങ്ക് നേടിയിട്ടുള്ള അഫാഫ എമ്മിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2014-16 കാലയളവിൽ MSc ബയോകെമിസ്ട്രിക്ക് 1, 2, 3 മൂന്നാം റാങ്ക് വരെ നമ്മുടെ TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് നേടിയിരിക്കുന്നത്. ഉറപ്പായിട്ടും അഭിമാനകരമായ ഒരു നിമിഷവും കൂടിയാണ്. 2017-19 കാലയളവിൽ 1ാം റാങ്ക് നേടിയ ദീപ്തി JS. ദീപ്തി JSനെ മൊമെന്റ് ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2017-19 കാലയളവിൽ MSc ബയോകെമിസ്ട്രിക്ക് 2ാം റാങ്ക് നേടിയിട്ടുള്ള ആര്യ മോഹൻ ജെയിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആര്യ മോഹൻ ജെയിൻ 2018-20 കാലയളവിൽ 2ാം റാങ്ക് MSc ബയോകെമിസ്ട്രിക്ക് നേടിയ ഹെനാൽ ASനെ വേദിയിലേക്ക് മൊമെന്റ് ഏറ്റുവാങ്ങാനായി സ്വാഗതം ചെയ്യുന്നു. ഹെനാൽ AS. 2019-21 കാലയളവിൽ MSc ബയോകെമിസ്ട്രിക്ക് 1ാം റാങ്ക് നേടിയിട്ടുള്ള സൻസിയ യേശുദാസിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സൻസിയ യേശുദാസൻ 2019-21 കാലയളവിൽ MSc ബയോകെമിസ്ട്രിക്ക് 1ാം റാങ്ക് നേടിയ ഹരിത മോഹൻ S. ഹരിത മോഹൻ എസിനെ മൊമെന്റ് ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരിത മോഹൻ S. അടുത്തതായിട്ട് 2017-20 കാലയളവിൽ BSc കെമിസ്ട്രിക്ക് 1ാം റാങ്കും 2020-22 കാലയളവിൽ MSc കെമിസ്ട്രിക്ക് 1ാം റാങ്കും നേടിയിട്ടുള്ള ഫർസാന ഷറഫുദ്ദീനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ നല്ലൊരു കൈയ്യടി കൊണ്ട് നൽകിയത് ഫർസാന ഷറഫുദ്ദീൻ 2021-23 കാലയളവിൽ 1ാം റാങ്ക് MSc ബയോകെമിസ്ട്രിക്ക് നേടിയ ആദിത്യ മോഹൻ L. ആദിത്യ മോഹൻ എന്നെ മൊമെന്റ് ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാലയളവിൽ 1ാം റാങ്ക് നേടിയ സൂര്യ CS.
MSc ബയോകെമിസ്ട്രി ഒന്നാം റാങ്ക് നേടിയ സൂര്യ CS-നെ അവാർഡ് ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. സൂര്യയ്ക്ക് പകരം സൂര്യയുടെ സുഹൃത്താണ് സമ്മാനം ഏറ്റുവാങ്ങുന്നത്. അടുത്ത 2021-23 കാലയളവിൽ രണ്ടാം റാങ്ക് MSc ബയോകെമിസ്ട്രിക്ക് നേടിയ സ്നേഹ S. നായർ. സ്നേഹ S. നായരെ മെമന്റ് ഏറ്റുവാങ്ങാനായി സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ആദ്യം സുഹൃത്തിന് വേണ്ടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹ വന്നത്. ഈ തവണ സ്നേഹയ്ക്ക് വേണ്ടിയാണ് സ്നേഹം വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് 2021-23 കാലയളവിൽ മൂന്നാം റാങ്ക് നേടിയിട്ടുള്ള ഷാഹിന S. 2021-23 കാലയളവിലും അതോടൊപ്പം തന്നെ 2013-15 കാലയളവിലും 1-2-3 TK ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ തന്നെ ആയിരുന്നു ഷാഹിന S. 2022-24 കാലയളവിൽ ഒന്നാം റാങ്ക് MSc ബയോകെമിസ്ട്രിക്ക് നേടിയ അമീന S. അമീന S-നെ മെമന്റ് ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2022-24 കാലയളവിൽ രണ്ടാം റാങ്ക് നേടിയിട്ടുള്ള സരീന D-നെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മെമന്റ് ഏറ്റുവാങ്ങാനായി സരീന D. 2022-24 കാലയളവിൽ MSc ബയോകെമിസ്ട്രിക്ക് മൂന്നാം റാങ്ക് നേടിയിട്ടുള്ള അബീറ B-നെ ഈ ഒരു വേദിയിലേക്ക് മെമന്റ് ഏറ്റുവാങ്ങാനായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പോൾ 2022-24 TK ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് 3 റാങ്കും MSc ബയോകെമിസ്ട്രിക്ക് ലഭിച്ചിരിക്കുന്നത്. 2010-13 കാലയളവിൽ BSc ബയോകെമിസ്ട്രിക്ക് ഒന്നാം റാങ്ക് നേടിയ അനീഷ A. മെമന്റ് ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനീഷ A. 2018-21 കാലയളവിൽ അനീഷ A 2010-13 കാലയളവിൽ ഒന്നാം റാങ്ക് ജേതാവായിരുന്നു. ബയോകെമിസ്ട്രിയിലുള്ള അവാർഡ് ജേതാക്കൾ എല്ലാവരും ദയവ് ചെയ്ത് സ്റ്റേജിന്റെ സൈഡിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഒരു അവസരത്തെ അഭ്യർത്ഥിക്കുകയാണ്. 2018-21 കാലയളവിൽ ഒന്നാം റാങ്ക് നേടിയ ജിസി അന്ന ജോർജിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജിസി അന്ന ജോർജ്. 2018-21 കാലയളവിൽ BSc ബയോകെമിസ്ട്രിക്ക് രണ്ടാം റാങ്ക് നേടിയിട്ടുള്ള ശ്രുതി ഉണ്ണികൃഷ്ണനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മെമന്റ് ഏറ്റുവാങ്ങുന്ന വിദ്യാർത്ഥികൾ പോകരുത്. നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു ഫോട്ടോ എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് മെമന്റ് ഏറ്റുവാങ്ങിയതോടൊപ്പം നിങ്ങൾ ആരും വിട്ടുപോകരുത്. എല്ലാവരും വേദിയിൽ തന്നെ ഇരിക്കണം. 2019-22 കാലയളവിൽ BSc ബയോകെമിസ്ട്രിക്ക് ഒന്നാം റാങ്ക് നേടിയിട്ടുള്ള ആലിയ മൻസൂറിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി മൊമെന്റോ ഏറ്റുവാങ്ങിയ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. നമുക്കൊരു കഴിഞ്ഞ ഒരു ഫോട്ടോ സെഷൻ ഉള്ളതാണ്. അപ്പൊ ആരും പോകരുത്. ആലിയ മൻസൂർ 2019-22 കാലയളവിൽ രണ്ടാം റാങ്ക് BSc ബയോകെമിസ്ട്രിക്ക് നേടിയ ശ്രീജിത്ത് MS. 2021-24 കാലയളവിൽ BSc ബയോകെമിസ്ട്രിക്ക് മൂന്നാം റാങ്ക് നേടിയ നക്ഷത്ര R-നെ ഈ ഒരു വേദിയിലേക്ക് മെമന്റോ ഏറ്റുവാങ്ങാനായി സ്വാഗതം ചെയ്യുകയാണ്. BA ഇസ്ലാമിക് ഹിസ്റ്ററി 2022-25 രണ്ടാം റാങ്ക് നേടിയ ഫാത്തിമ സുഷീറിനെ മെമന്റോ ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫാത്തിമ സുഷീർ. അടുത്തതായി MSc കെമിസ്ട്രി ജേതാക്കൾ ദയവ് ചെയ്ത് സ്റ്റേജിന്റെ സൈഡിലേക്ക് എത്തിച്ചേരുക. 1997-99 കാലയളവിൽ MSc കെമിസ്ട്രിക്ക് രണ്ടാം റാങ്ക് നേടിയ സൗദത്ത് SB. അവാർഡ് വാങ്ങിയ എല്ലാവരോടും ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ആരും പോകരുത്.
കഴിഞ്ഞ ശേഷം നമുക്ക് അവാർഡ് ജേതാക്കളുമായിട്ടൊരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട്. അപ്പൊ എല്ലാവരും സീറ്റുകളിൽ തന്നെ ഇരിക്കുക. 2006-08 കാലയളവിൽ MSc കെമിസ്ട്രി 3ാം റാങ്ക് നേടിയ സുമി ആറിനെ മെമന്റ് ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയടി നൽകി. 2012-15 BSc കെമിസ്ട്രിക്ക് 1ാം റാങ്കും 2015-17 കാലയളവിൽ MSc കെമിസ്ട്രിക്ക് 1ാം റാങ്കും നേടിയ സ്വാതി US ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമുക്ക് നല്ലൊരു കൈയടി ഒരു അവസരത്തിൽ നമുക്ക് നൽകാം. രണ്ടായിരത്തി 16-18 കാലയളവിൽ MSc കെമിസ്ട്രി 3ാം റാങ്ക് നേടിയ ഫാത്തിമ N മെമന്റോ ഏറ്റുവാങ്ങാനായി ഫാത്തിമ എന്നിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 2017-19 കാലയളവിൽ MSc കെമിസ്ട്രിക്ക് 2nd റാങ്ക് നേടിയിട്ടുള്ള കീർത്തി വിജയനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മെമന്റോ ഏറ്റുവാങ്ങാനായി കീർത്തി വിജയൻ. 2018-20 കാലയളവിൽ 1ാം റാങ്ക് MSc കെമിസ്ട്രിക്ക് നേടിയ നന്ദിത B മെമന്റോ ഏറ്റുവാങ്ങാനായി നന്ദിത ബിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2022-24 കാലയളവിൽ MSc കെമിസ്ട്രിക്ക് 2nd റാങ്ക് നേടിയിട്ടുള്ള ആദിത്യ ജെയിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. മെമന്റോ ഏറ്റുവാങ്ങാൻ വേണ്ടി ആദിത്യ ജെയിൻ. BSc കെമിസ്ട്രി 1999-2002 കാലയളവിൽ 1ാം റാങ്ക് നേടിയ ഡോക്ടർ ഷെറിൻ ജി തോമസിനെ മെമന്റോ ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഡോക്ടർ ഷെറിൻ ജി തോമസ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഡോക്ടർ ഷെറിൻ ജി തോമസ്. ഒരിക്കൽ കൂടി റാങ്ക് ഹോൾഡേഴ്സിനെ അറിയിച്ചു കൊള്ളുന്നു, ആരും പോകരുത്. നമുക്കിത് കഴിഞ്ഞിട്ടൊരു ഫോട്ടോ സെഷൻ ഉള്ളതാണ്. ഇനി അടുത്തതായിട്ട് BSc ഫിസിക്സ് റാങ്ക് ജേതാക്കളോട് സ്റ്റേജിന്റെ സൈഡിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. 2012-15 കാലയളവിൽ 2nd റാങ്ക് നേടിയിട്ടുള്ള രേഷ്മ TS ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. രേഷ്മ TSന്റെ അഭാവത്തിൽ 82-85 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥിയും രേഷ്മയുടെ പിതാവുമായ തുളസീധരൻ പിള്ള അവാർഡ് ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, തുളസീധരൻ സാർ 79-81 ബാച്ചിൽ പ്രീ-ഡിഗ്രി നമ്മുടെ TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടെയാണ്. 2013-14 കാലയളവിൽ BSc ഫിസിക്സിൽ 1ാം റാങ്ക് നേടിയിട്ടുള്ള തസ്നീം അസ്ലമിനെ മെമന്റോ ഏറ്റുവാങ്ങാനായി സ്വാഗതം ചെയ്യുന്നു. തസ്നീം അസ്ലമിന്റെ കസിനാണ് അവാർഡ് ഏറ്റുവാങ്ങാനായി എത്തിയിരിക്കുന്നത്. തസ്നീം അസ്ലമിന്റെ കസിൻ അസറാണ് മെമന്റോ ഏറ്റുവാങ്ങാനായി എത്തിയിരിക്കുന്നത്. 2017-20 കാലയളവിൽ BSc ഫിസിക്സ് 1ാം റാങ്ക് നേടിയ അഭിജിത് ശർമ്മ. അഭിജിത് ശർമ്മയുടെ അമ്മ ഹേമ ശർമ്മയാണ് അവാർഡ് ഏറ്റുവാങ്ങാനായി വന്നിരിക്കുന്നത്. 2017-20 കാലയളവിൽ BSc ഫിസിക്സ് 1ാം റാങ്ക് ഹോൾഡർ. കാലയളവിൽ BSc ഫിസിക്സിന് 2ാം റാങ്ക് നേടിയിട്ടുള്ള അരുണിമ S നെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അരുണിമ S. കാലയളവിൽ 3ാം റാങ്ക് നേതാവായ നിസ ബീഗം A. നിസ ബീഗത്തിന്റെ പിതാവ് അബ്ദുൽ അസീസ് ആണ് മെമന്റോ ഏറ്റുവാങ്ങാനായി എത്തിയിരിക്കുന്നത്. TKM കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് അദ്ദേഹം. നിസ ബീഗം എയുടെ പിതാവ്. 2013-15 കാലയളവിൽ MSc ഫിസിക്സിന് 2nd റാങ്ക് നേടിയിട്ടുള്ള മെറിൻ മേരി എബ്രഹാമിനെ
മെമന്റോ ഏറ്റുവാങ്ങാനായി ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രണ്ടായിരത്തി 2021 കാലയളവിൽ MSc ഫിസിക്സ് 3ാം റാങ്ക് നേടിയ അഫ്നാൻ എൻ മൻസാർ മെമന്റോ ഏറ്റുവാങ്ങാനായി അഫ്നാൻ എൻ മൻസാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അഫ്നാൻ എൻ മൻസാർ. 2022-24 കാലയളവിൽ 2ാം റാങ്ക് നേടിയ അഭിരാമി എം BSc ഫിസിക്സ് 2ാം റാങ്ക് നേടിയ അഭിരാമി എമ്മിനെ മെമന്റോ സ്വീകരിക്കുന്നതിനായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒന്നാം റാങ്ക് നേടിയ അമല സെലിൻ ജോസ് BA എക്കണോമിക് മാത്സിലുള്ള റാങ്ക് ജേതാക്കൾ സ്റ്റേജിന്റെ സൈഡിലേക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. അമല സെലിൻ ജോസ്. 2020-23 കാലയളവിൽ BA എക്കണോമിക് മാത്സിൽ 2ാം റാങ്ക് നേടിയ ഷിഫാന എന്നിനെ വേദിയിലേക്ക് മെമന്റോ ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുകയാണ്. രണ്ടായിരത്തി 20-23 കാലയളവിൽ BA ഇക്കോ മാത്സ് 3ാം റാങ്ക് ജേതാവായ ആയിഷ ജാസ്മിൻ MP മെമന്റോ സ്വീകരിക്കുന്നതിനായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കാലയളവിലും 1-2 റാങ്ക് TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായിരുന്നു. അപ്പോൾ നമുക്ക് അതും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷവും കൂടിയാണ്. 2021-24 കാലയളവിൽ BA എക്കോ മാത്സിന് ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുള്ള ആർദ്ര ആറിനെ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ആർദ്ര ആർ. 2023-24 കാലയളവിൽ 2ാം റാങ്ക് ജേതാവായ ആർദ്ര ജെ മെമന്റോ ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്രിജ എസ്. എല്ലാവരും കൈയ്യടി നൽകുക. ഇനി മൊമെന്റോ നൽകാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ CK ജെയിൻ സാറാണ്. 2021-24 കാലയളവിൽ BA ഇക്കോ മാത്സ് 3ാം റാങ്ക് ജേതാവായ അയ്യപ്പൻ ആറിനെ മെമന്റോ ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2022-25 കാലയളവിൽ BA എക്കണോമിക്സ് മാത്സിൽ 1ാം റാങ്ക് നേടിയിട്ടുള്ള അസീം എസിനെ ഒരു വേദിയിലേക്ക് മെമന്റോ സ്വീകരിക്കാനായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അസീം എസ്. 2022-25 കാലയളവിൽ BA എക്കണോമിക് മാത്സ് 2ാം റാങ്ക് ജേതാവായ ഗോപിക രാജ് ആർ മെമന്റോ ഏറ്റുവാങ്ങാനായി ഗോപിക രാജ് ആറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2022-25 കാലയളവിൽ BA എക്കണോമിക്സ് മാത്സിൽ 3ാം റാങ്ക് നേടിയിട്ടുള്ള ആലിയ മുഹമ്മദിനെ ഒരു വേദിയിലേക്ക് മെമന്റോ ഏറ്റുവാങ്ങാനായി സ്വാഗതം ചെയ്യുകയാണ്. 2020 മുതൽ 25 വരെ 1, 2, 3 റാങ്ക് TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജിലൊക്കെ അത് വിട്ടുകൊടുത്തിട്ടില്ല. സോ അത് നമുക്കൊരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷം കൂടിയാണ്. കൈയ്യടി നൽകാം. 1999-2001 കാലയളവിൽ MCOM 2ാം റാങ്ക് നേടിയ രേഖ ആർ പിള്ളയെ മെമന്റോ ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രേഖ ആർ പിള്ളെ. 2006-08 കാലയളവിൽ രേഖ ആർ പിള്ളെ. 2006-08 കാലയളവിൽ MCOM 1ാം റാങ്ക് ജേതാവായ ഷൈനി സലാമിനെ അവാർഡ് ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. 2015-17 കാലയളവിൽ 2ാം റാങ്ക് നേടിയിട്ടുള്ള ദിവ്യ മോൾ SG നെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു അഭിമാനകരമായ നിമിഷം കൂടെയാണ് TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരെയാണ് നമ്മുടെ പ്രിയപ്പെട്ട
2015-17 കാലയളവിൽ എംകോം 2ാം റാങ്ക് നേടിയ ദിവ്യ മോൾ എസ് ജെ മെമന്റോ ഏറ്റുവാങ്ങാനായി ദിവ്യ മോൾ എസ് ജെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2017-19 കാലയളവിൽ 3ാം റാങ്ക് നേടിയിട്ടുള്ള ലക്ഷ്മി വി എസിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ലക്ഷ്മി വി എസ്. ലക്ഷ്മി വി എസ്. PSC മാത്തമാറ്റിക്സ് 2004-2006 കാലയളവിൽ 2nd റാങ്ക് നേടിയിട്ടുള്ള അശ്വതി എംആറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. PSC മാത്തമാറ്റിക്സിലെ റാങ്ക് ജേതാക്കൾ ദയവ് ചെയ്ത് സൈഡിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. അശ്വതി എംആർ. യെസ്, അപ്പോൾ നമ്മുടെ അശ്വതി മാം നമ്മുടെ മാത്സ് ഡിപ്പാർട്ട്മെന്റിന്റെ HOD കൂടിയാണ് TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ. കാലയളവിൽ MSc മാത്തമാറ്റിക്സ് 2ാം റാങ്ക് ജേതാവായ സഹ്നി മേരി റൂസ്വെൽറ്റ്. സഹ്നി മേരി റൂസ്വെൽറ്റ് മെമന്റോ ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സഹ്നി മേരി റൂസ്വെൽറ്റ്. 2022-25 കാലയളവിൽ PSC മാത്തമാറ്റിക്സിന് 2ാം റാങ്ക് നേടിയ ദീപക് രാജിനെ ഈ ഒരു വേദിയിലേക്ക് മെമന്റോ ഏറ്റുവാങ്ങാനായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദീപക് രാജ്. 2022-25 കാലയളവിൽ BSc മാത്തമാറ്റിക്സ് 3ാം റാങ്ക് നേടിയ എൽസ ജി മിറാണ്ട. മെമന്റോ ഏറ്റുവാങ്ങാനായി എൽസ ജി മിറാണ്ടയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി MSc മാത്തമാറ്റിക്സും അതോടൊപ്പം തന്നെ MA ഇംഗ്ലീഷ് റാങ്ക് ജേതാക്കളോട് സ്റ്റേജിന്റെ സൈഡ് ഭാഗത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. 2012-14 കാലയളവിൽ MSc മാത്തമാറ്റിക്സ് 1ാം റാങ്ക് നേടിയ സ്റ്റെഫി ജോൺസൺ. സ്റ്റെഫി ജോൺസനെ മെമന്റോ ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്റ്റെഫി ജോൺസൺ. 2017-19 കാലയളവിൽ MSc മാത്തമാറ്റിക്സിൽ 3ാം റാങ്ക് നേടിയ അഞ്ജലി അനിലിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അഞ്ജലി അനിൽ. അഞ്ജലി അനിൽ. 2010-12 കാലയളവിൽ MA ഇംഗ്ലീഷ് 2ാം റാങ്ക് നേടിയ ശ്രീലക്ഷ്മി AR. ശ്രീലക്ഷ്മി ARനെ മെമന്റോ ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീലക്ഷ്മി AR. അവസാനമായി 2019-21 കാലയളവിൽ MA ഇംഗ്ലീഷിൽ 1ാം റാങ്ക് നേടിയിട്ടുള്ള ശ്രുതി വിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രുതി വി. ഒരിക്കൽ കൂടി എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു, മെമന്റോസ് ലഭിച്ച എല്ലാവരും ദയവ് ചെയ്ത് വീട്ടിലേക്ക് പോകരുത്. നമുക്ക് ഫോട്ടോ സെഷൻസ് ഉണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ വളരെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നേടിയ റാങ്കാണ്. നമുക്ക് നല്ലൊരു കഴിവ് നമുക്ക് നൽകാം. എനിക്ക് മുന്നിലിരിക്കുന്ന ആദരണീയരായ പൂർവ്വ വിദ്യാർത്ഥികളെ, സഹപ്രവർത്തകരെ. പൂർവ്വ വിദ്യാർത്ഥികളിൽ പലരും എൻ്റെ സുഹൃത്തുക്കളാണ്. അവരെ പല പേരുകളിൽ കൊല്ലത്ത് പ്രവർത്തിക്കുന്ന അവരെയൊക്കെ എനിക്ക് നല്ലവണ്ണം അറിയാം. അവരെല്ലാം എന്നോട് സൗഹൃദം പുലർത്തുന്നവരുമാണ്. സാധാരണഗതിയിൽ ഓരോ വർഷം കഴിയുന്നതോറും ഇതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരികയാണ് നമ്മുടെ ഈ നാട്ടിലെ പ്രവണത. പക്ഷേ ഈ സംഘടന കഴിഞ്ഞ വർഷത്തെക്കാട്ടി കൂടുതൽ അറ്റൻഡൻസ് ഉള്ളതുകൊണ്ട് ഷാജഹാന്റെ കഠിനമായ അധ്വാനത്തെ ഞാൻ അങ്ങേയറ്റം പ്രശംസിക്കുന്നു.
ഷാജഹാൻ്റെ പ്രവർത്തന ഫലമാണ് ഇത് താപ്പോട്ട് പോകാതെ മേപ്പോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്ന് അവർ വിദ്യാർത്ഥികളല്ല, ഒരു നല്ല ശതമാനവും രക്ഷകർത്താക്കളാണ്. അവർക്ക് മക്കളും മക്കളുടെ മക്കളും വരെയായി കഴിഞ്ഞു. ഈ വിധം ശരിക്കും വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് ഏറ്റവും സുഖം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയായിരിക്കാം. പക്ഷേ ഈ ഒരവസ്ഥ കുടുംബജീവിതത്തിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഈ ഒരു യോഗത്തിൻ്റെ അധ്യക്ഷൻ പെരുമ്പുഴ ഷാജഹാൻ സാർ. ഈ യോഗം ഉദ്ഘാടനം നിർവഹിക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്ത ആദരവ് ഏറ്റുവാങ്ങുകയും ചെയ്ത TKM പ്രസിഡന്റ് ചെയർമാൻ ജനാബ് ഷാലസൻ മുസ്ലിയാർ യോഗത്തിൻ്റെ മുഖ്യപ്രഭാഷണം നടത്തിയ പ്രിയങ്കരയായ TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ എൻ്റെ ഷീബ മേഡം, ഈ യോഗത്തെ സംബന്ധിച്ച ഏറെ ബഹുമാനിയും പ്രിയകരമായിട്ടുള്ള 80 കാലഘട്ടത്തിൽ ഈ കോളേജിൽ സജീവ സാന്നിധ്യമായിരുന്ന ബഹുമാന്യരെ, ഇവിടെ ആദരവ് ഏറ്റുവാങ്ങിയ പ്രിയങ്കരായിട്ടുള്ള റാങ്ക് ഹോൾഡേഴ്സ്, സ്നേഹമുള്ള സുഹൃത്തുക്കൾ, ശരിക്കും പറഞ്ഞാൽ ഈ വൈകിയ വേളയിൽ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യകതയില്ല എന്നെനിക്കറിയാം. എന്നിരുന്നാൽ തന്നെയും 2 വാക്ക് ഇതിൻ്റെ സംഘാടനങ്ങളോട് പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ഈ യോഗത്തിൽ സപ്പോർട്ട് ചെയ്യാൻ അർത്ഥമില്ലാതാകുമെന്നുള്ളതുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർ വളരെ ചിട്ടയായ രീതിയിൽ ഇതിന് വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തി എത്രത്തോളം ഭംഗിയായ രീതിയിൽ വളരെ പ്രൗഢഗംഭീരമായൊരു സദസ്സ് സമ്മാനിച്ച പ്രിയപ്പെട്ട ABCൻ്റെ പ്രിയപ്പെട്ടവർക്ക് അലുമിനി അസോസിയേഷൻ്റെ ആശംസകളും അഭിവാദ്യവും അർപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കോളേജ് 1965 കാലഘട്ടത്തിൽ TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്ഥാപിതമാകുമ്പോൾ ഇതിൻ്റെ സ്ഥാപകൻ കൂടിയായ ജനാബ് കല്ലൂരി മുസ്ലിയാർ അവർ വിദ്യാഭ്യാസപരമായ ദീർഘവീക്ഷണമായിരുന്നു നാം ഇന്ന് ഈ 2025 കാലഘട്ടത്തിൽ ഇവിടേക്ക് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിലെ
എണ്ണപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് TK ആർട്സ് ആൻഡ് സയൻസ് കോളേജും ട്രസ്റ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ. ഇന്ത്യയിലല്ല, നമ്മൾ ഈ ലോകത്ത് എവിടെ സഞ്ചരിച്ചാലും TK കോളേജിൻ്റെ ഒരു അലുമിനി നമ്പർ കണ്ടുമുട്ടുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം അത്രത്തോളം മികവുറ്റ വിദ്യാഭ്യാസം ഈ കലാലയങ്ങളിൽ നിന്ന് സൃഷ്ടിച്ച് പല മേഖലകളിലും അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. TKയുടെ അലുമിനി സംഘടനത്തോളം പിന്നിട്ട വഴികളിലൊക്കെയും സാമൂഹ്യ പ്രതിബദ്ധതകൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്നിവിടെ നിൽക്കുകയാണ്. കാരണം ഏതൊരു കോളേജിനും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ബാക്കപ്പ്, ഏതൊരു മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടാത്ത രീതിയിലുള്ള ബാക്കപ്പാണ് ഇന്ന് അലുമിനി അസോസിയേഷന് TK ട്രസ്റ്റിൻ്റെ അംഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. TK80സിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന, അതോടൊപ്പം ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ പെരുമ്പുഴ ഷാജഹാൻ അവர்கள் ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യാനായിട്ട് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറെ ബഹുമാന്യായ TK ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ MJ ശിവ മാഡം, ഈ വേദിയിലിരിക്കുന്ന പേരൻ്റ് അലുമിനി അസോസിയേഷൻ്റെ ചെയർമാൻ ശ്രീ സാജൻ ഹിലാൽ മുഹമ്മദ്, TK80സിൻ്റെ പ്രവർത്തക സമിതി അംഗവും ഈ പരിപാടിയെ വിജയിപ്പിക്കുന്ന കാര്യത്തിൽ എന്നോടൊപ്പം തോളോട് തോണ്ട് നിൽക്കുന്ന ശ്രീ ഷെരീഫ്, അതുപോലെ തന്നെ TK80സിൻ്റെ പ്രവർത്തക സമിതി അംഗങ്ങളായ ശ്രീ അഷ്റഫ്, അതുപോലെ തന്നെ മുസ്തഫ, TK80സിൻ്റെ സെക്രട്ടറി കം സെക്കൻഡ് അഡ്മിനായ ശ്രീ പത്മകുമാർ, ഞാൻ അജയകുമാർ, അതുപോലെ തന്നെ എല്ലാവരുടെയും പേര് പറയുന്ന താജുദ്ദീൻ, അജയ്, TC അജയ് ഉൾപ്പെടെയുള്ള മുഴുവൻ ആൾക്കാരെയും ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുൻകൈ എടുത്ത ഓരോരുത്തരെയും ഞാൻ, അഷ്റഫൂട്ടി ഉൾപ്പെടെയുള്ള ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം ഹാർദവുമായി ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കഴിഞ്ഞ 3-4 മാസമായി നടക്കില്ല എന്ന് കരുതിയിരുന്ന ഒരു വലിയ ദൗത്യം, ഒരു പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ടാണ് ഇതിൻ്റെ സംഘാടകർ മുന്നോട്ട് പോയത്. നിങ്ങൾക്കറിയാം, ഒരു കോളേജിൽ ഒരു വർഷത്തെയോ അല്ലെങ്കിൽ 2 വർഷത്തെയോ റാങ്ക് കൊടുക്കുക എന്നുള്ള സമ്പ്രദായം പലയിടത്തും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ നടത്തിയതുപോലെ വ്യത്യസ്തമായ ഒരു പരിപാടി ഈ പ്രാവശ്യം കോളേജിൻ്റെ ക്യാമ്പസിനകത്ത് നടത്തണം എന്നുള്ള സുചിന്തിതമായ ഒരു തീരുമാനത്തിൻ്റെയും അതിൻ്റെ നടപ്പാക്കാനുള്ള ഒരു നിശ്ചയത്തിൻ്റെയും മുന്നോടിയായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ വളരെ വിജയകരമായ ഒരു അവാർഡ് ദാന ചടങ്ങ് നടന്നത്. ഒരു കോളേജിലും ഇതുപോലെ ആ കലാലയത്തിൽ പഠിച്ചിറങ്ങിയ മുഴുവൻ 1, 2, 3 ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1, 2, 3 റാങ്കുകൾ വാങ്ങിച്ചിട്ടുള്ള ആളുകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഒരു പക്ഷേ കേരളത്തിലെ 5 or 6 യൂണിവേഴ്സിറ്റി ഉണ്ട്. ഒരു യൂണിവേഴ്സിറ്റി പോലും അങ്ങനെ ഒരു പരിപാടി നടന്നു കാണും എന്ന് വിശ്വസിക്കുന്നില്ല. ഇനി ഇതിൻ്റെ ചുവട് പിടിച്ച് ഇനി ഏതെങ്കിലും കലാലയങ്ങൾ അത് നടത്തുമോ എന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം പങ്കാളിത്തം കൊണ്ടും ഒരുപക്ഷെ 100-ലധികം റാങ്ക് ഇവിടെ നമ്മുടെ റാങ്കുകാരെ നമ്മൾ ആദരിക്കുന്നതിന് ലിസ്റ്റ് കളക്ട് ചെയ്തു. അവരില്ലാത്തൊരു 6-7 പേര് മാത്രമാണ് വരാതിരുന്നത്. അവരിൽ പലരും പ്രസവിച്ച് കിടക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ നാട്ടിലില്ലാത്തവരുണ്ട്, വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, പഠനവുമായി ബന്ധപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയവരുണ്ട്. അങ്ങനെയുള്ളവരൊഴികെ മുഴുവൻ റാങ്കുകാരെയും ഇവിടെ എത്തിക്കുന്ന കാര്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും സഹകരണം, ഞങ്ങൾ പ്രവർത്തിച്ചതിനേക്കാൾ കൂടുതൽ വരാനുണ്ടായ ഒരു താല്പര്യത്തെ എനിക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാകുകയില്ല. വളരെ സന്തോഷകരമായ ഒരു പരിപാടിയാണ് ഇവിടെ പരീക്ഷ സമാപ്തിയിൽ ആയിരിക്കുന്നത്. ഇതിൻ്റെ 1ാം സെഷനാണ്. ഇത് കഴിഞ്ഞിട്ട് TK80സിൻ്റെ കുടുംബാംഗങ്ങൾ നടത്തുന്ന സ്മൃതി സന്ധ്യയും അതുപോലെ അംഗങ്ങളും അവരുടെ മക്കളും ചെറുമക്കളും ഒക്കെ നടത്തുന്ന കലാ മത്സരങ്ങളും ഒക്കെ ഈ വേദിയിൽ അരങ്ങേറുകയാണ്. ആ തരത്തിലേക്ക് ഇനിയും ഒരു അരമണിക്കൂർ ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം ബാക്കി ക്രമീകരണങ്ങൾ ചെയ്യാൻ. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ്, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പരിപാടി നടത്താനായിട്ട് ശ്രമം നടത്തിയപ്പോൾ ട്രസ്റ്റിൻ്റെ ഒരു പ്രതിനിധിയെങ്കിലും കിട്ടാൻ വേണ്ടി നടത്തിയ ശ്രമം ഞങ്ങളുടെ വിജയത്തിലെത്താൻ കഴിയാത്ത നിരാശയും ആ വിഷമവും ഞങ്ങളുടെ ഒരു ഉറച്ച തീരുമാനമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ഇപ്പോൾ ഇവിടെ നടപ്പായി കഴിഞ്ഞു.
ആ നടപ്പായത് ട്രസ്റ്റിന്റെ ചെയർമാനെ ഈ വജ്രജൂബിലി വർഷത്തിൽ ടി.കെ. കോളേജിൽ 60 വർഷമായ കോളേജിൽ 59 വർഷമായി ട്രസ്റ്റിന്റെ ചെയർമാനായി നിൽക്കുന്ന ജനാബ് ഡോക്ടർ ടി.കെ. ഷഹാൽസ് മുസ്ലിയാരെ ഈ വേദിയിൽ ആദരിക്കാൻ വരിക എന്നുള്ളൊരു വലിയ ഭാഗ്യമായി ഞങ്ങൾ കരുതുന്നു. ഒപ്പം ഈ കോളേജിന്റെ ട്രസ്റ്റിന്റെ മറ്റൊരു മെമ്പറും ജമാലുദ്ദീൻ മുസ്ലിയാരുടെ മകനുമായ തങ്ങളുദ്ദീൻ മുസ്ലിയാരുടെ മകനും ഷഹാൽസ് മുസ്ലിയാരുടെ സഹോദരനുമായ ശ്രീ ജമാലുദ്ദീൻ മുസ്ലിയാർ, അതുപോലെ തന്നെ ട്രസ്റ്റ് മെമ്പറായ ഡോക്ടർ ഹാറൂൺ, അങ്ങനെയുള്ള മുഴുവൻ 3 പേരെ നമുക്കിവിടെ എത്തിക്കാൻ കഴിഞ്ഞ ഒരു സന്തോഷമാണ്. ടി.കെ. വെയിറ്റീസിനകത്ത് അതിന് വലിയ കൃതജ്ഞതയോടുകൂടിയാണ് ഓർക്കുന്നത്. ഏതായാലും ഇനിയുള്ള ഒരു അരമണിക്കൂർ ഗ്യാപ്പ് നമ്മുടെ ഈ ഉപസംഹാരവും കഴിഞ്ഞ് ആശംസയുടെ കുറച്ച് ഭാഗങ്ങൾ കഴിഞ്ഞാൽ നമുക്കൊരു ബ്രേക്കപ്പാണ്. ആ ബ്രേക്കപ്പിൻ്റെ ശേഷം നമുക്ക് വിപുലമായ കലാപരിപാടികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ സഹപ്രവർത്തകരായ WC മെമ്പർ പ്രവർത്തക സമിതി അംഗങ്ങളായ എല്ലാവരോടും പറയാനുള്ള റിക്വസ്റ്റാണ്, ആശംസ അർപ്പിക്കാനായിട്ട് എല്ലാവരുടെയും പേര് നമ്മൾ നോട്ടീസ് വെച്ചിട്ടുണ്ട്. ദയവായി ആരെങ്കിലും ഏതെങ്കിലും WC മെമ്പേഴ്സ് ആശംസ അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി വേദിയിലേക്ക് വരണം. നീട്ടിക്കൊണ്ട് പോകണ്ട എന്നുള്ളതുകൊണ്ടാണ്. അതിനുവേണ്ടി ഒരു മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടി.കെ. ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ആദ്യ റാങ്ക് ജേതാവും ഞങ്ങളുടെ ടി.കെ. വെയിറ്റീസിലെ സജീവമായ മെമ്പറും ആയ ശ്രീ സുബീർ കുട്ടി അവരുടെ ഞാൻ ആദരവോടെ ക്ഷണിക്കുകയാണ്. വളരെ ചുരുങ്ങിയ സമയത്ത് അവസാനിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട പെരുമ്പുഴ ഷാജഹാൻ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഇപ്പോൾ ഈ കോളേജിനെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ഷിബ മാഡം, ഈ അലൂമിനി അസോസിയേഷൻ്റെ പ്രസിഡന്റ്, വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ഷരീഫ്, ഇവിടെ വന്നു പോയ ആദരണീയനായ ഈ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ടി.കെ. ഷഹാൽസ് മുസ്ലിയാർ, സഹോദരൻ ജമാലുദ്ദീൻ, ട്രസ്റ്റ് മെമ്പറായിരുന്ന ഡോക്ടർ ഹാറൂൺ, വളരെ അധികം സംസാരിക്കണം എന്നുള്ള അത് ഉള്ളിലുള്ള ആഗ്രഹമാണ്. ഞാൻ സംസാരിക്കുകയാണെങ്കിൽ പ്രിൻസിപ്പള് 1.5 മണിക്കൂർ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് ഷാജഹാൻ അനുവദിച്ചിരിക്കുന്നത് 1.5 മിനിറ്റാണ്. ഈ കോളേജ് തുടങ്ങുന്നത് മുതൽ, അതായത് ആന കൈവരിച്ച് കൊണ്ടുവരുന്നത് മുതൽ, ഷഹാൽ ഹസൻ മുസ്ലിയാരുടെ പിതാവ് ആദരണീയനായ തങ്ങളുദ്ദീൻ മുസ്ലിയാർ എൻ്റെ കൈ പിടിച്ച് മാറ്റിയിട്ടുണ്ട്. കാര്യം ഈ കാമൂളിൽ ആനക്കടി പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഞങ്ങളന്ന് 6 വയസ്സുള്ളവരാണ്, കുട്ടികളാണ്. അന്നേരം കുട്ടികൾ ഈ ആനയെ തരിപ്പിക്കുന്നത് കാണാനായിട്ട് വരുമ്പോൾ തങ്ങൾ കുട്ടി മുസ്ലിയാർ അതിൻ്റെ ഇടയിൽ നിന്ന് ഞങ്ങളെ കുട്ടികളെ കൈ പിടിച്ച്, കയ്യിൽ 2 ഇങ്ങനെ കുട്ടികളാണ്, 2 കൈയിൽ കുട്ടികളാണ്, പിടിച്ചു മാറ്റുകയാണ്, ആനയുടെ അടുത്തോട്ട് പോകാനാണ്. അങ്ങനെ വളർന്ന ഒരു സ്ഥാപനമാണ് ഞാൻ എല്ലാ ദിവസവും കാണുന്ന സ്ഥാപനം. 65 മുതൽ 75 ഈ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ ലഭിക്കുകയില്ല. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ബാച്ചിൽ ആർക്കും അഡ്മിഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം കിട്ടാത്തൊരവസ്ഥ വന്നപ്പോഴും യൂണിവേഴ്സിറ്റി 2ാമതൊരു ബാച്ച് കൂടി അനുവദിച്ചു. ആ ബാച്ചിലൊന്നും എനിക്ക് കിട്ടിയില്ല. 240 മാർക്കേ ഉള്ളൂ SLCക്ക്. ആ ബാച്ചിലും എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അവസാനം മാർജിൻ ഇൻക്രീസ്, ഇപ്പോൾ പോലെ തന്നെ മാർജിൻ ഇൻക്രീസ് നടത്തിയപ്പോൾ 10% കൂടി സീറ്റ് കൊടുത്തപ്പോൾ 60 പേരുടെ ബാച്ചിൽ 30 പേർക്ക് കൂടെ അഡ്മിഷൻ കിട്ടി. ആ കോട്ടയിലാണ് അന്നത്തെ ഗ്രൂപ്പ് അനുസരിച്ച് 3.5 ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. സൈക്കോളജി ബാച്ചും ഇസ്ലാമിസ്റ്റ് ബാച്ചും എന്ന് പറയുന്നത് 1ഉം 2ഉം കഴിഞ്ഞാൽ 3.5 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ബാച്ചിലേക്കാണ് വരുന്നത്. അതിനകത്താണ് അടിയന്തരാവസ്ഥ കൂടി പ്രഖ്യാപിച്ചത്. 75 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾ ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികളായി ഞങ്ങൾക്ക് ശ്വാസം വിടാനും പുറത്തിറങ്ങി നടക്കാനും വരാന്തയിലേക്ക് കയറാനും ഒരു ചാൻസ് ഇല്ല. എല്ലായിടവും പോലീസാണ്.
എല്ലായിടും പോലീസ് നിൽക്കുക. നമ്മൾ അധ്യാപകർ വരുമ്പോൾ കറക്റ്റ് ക്ലാസ്സിൽ കയറും, ഇറങ്ങുമ്പോൾ അത് കണക്ക് തന്നെ കറക്റ്റ് ക്ലാസ് കഴിഞ്ഞ് പോകും. അന്ന് 90 പേരുണ്ടായിരുന്ന ബാച്ചിൽ നിന്ന് 5 പേർ മാത്രമാണ് ജയിച്ചത്. 5 പേർ മാത്രം. അതിനകത്ത് പെടാൻ ഒരു ഭാഗ്യം ഉണ്ടായി. വീണ്ടും ഞാൻ ബികോമിന് ഫാത്തിമ കോളേജ്, അന്ന് വേറൊരു ഭ്രാന്ത് കൂടി ഉണ്ടായിരുന്നു, പന്ത് കളി. എന്നെ അറിയപ്പെടുന്ന എല്ലാവരും തന്നെ പന്ത് കളിക്കുന്ന ആളെന്നാണ്, ഗോൾ കീപ്പറായിരുന്നു. ഈ കോളേജിൻ്റെ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള കളികളിൽ, ജില്ലാ തലത്തിലുള്ള കളികളിൽ, സംസ്ഥാന തലത്തിലുള്ള കളികളിൽ ഏർപ്പെട്ട് അന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ പഠിപ്പിച്ച് ജയിപ്പിച്ച ആളുകൾ ഇന്ന് ഉന്നതമായ പദവികൾ എത്തിച്ചേർന്നു. ഇവിടുത്തെ ജോയിന്റ് കമ്മീഷണർ GSCയുടെ ജോയിന്റ് കമ്മീഷണർ സജി നിറാങ്ക ഇവിടെ പഠിച്ച വിദ്യാർത്ഥിയാണ്. ഒരുപാട് പേര്, നമ്മുടെ താരം മമ്മൂട്ടി ഇസ്ലാമിക, ബിന്ദു മിനിസ്റ്ററുടെ, എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ ഹസ്ബൻഡ് ഇസ്ലാമിക, മമതാ ബാനർജി, ബംഗാൾ ഭരിക്കുന്ന മമതാ ബാനർജി ഇസ്ലാമിക ചരിത്രം പഠിച്ചാണ്. ഇത് ഇസ്ലാമിക ചരിത്രം, 52 രാജ്യങ്ങളുടെ ചരിത്രം വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഇപ്പോഴും പിള്ളേർ ഈ സബ്ജക്റ്റ് എടുക്കാൻ വിമുഖത കാണിക്കുന്നെങ്കിൽ അത് അക്കാഡമിക് കൗൺസിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇനി ഷാജി നിർബന്ധിച്ചനുസരിച്ച് ഞാൻ കൂടുതൽ മുന്നോട്ട് പോകുന്നില്ല. അതെന്ത് ചെയ്യാം, 5 മണിയുണ്ട്. ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഈ സ്ഥാപനം ഒരുപാട് പാവപ്പെട്ടവരെ, അത് വലിയ മേൽക്കൊന്നും ഇല്ലാതെ 250 മാർക്കായിട്ട് ഞാനിവിടെ വന്നെങ്കിൽ ശരീരം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഒരു അഭയകേന്ദ്രമായി. ഈ സ്മൃതി സന്ധ്യ പരിപാടിയിലെ റാങ്ക് ജേതാക്കൾക്ക്, നമ്മുടെ സ്ഥാപനത്തിലെ റാങ്ക് ജേതാക്കൾക്ക് അവാർഡ് കൊടുക്കുന്ന ഈ പരിപാടിയുടെ അധ്യക്ഷൻ TKM80 പരമാധികാരിയായ ശ്രീ പെരുമ്പുഴ ഷാജഹാന് ഈ യോഗത്തിൻ്റെ നന്ദി ഞാൻ പ്രകാശിക്കുന്നു. പിന്നെ നമ്മുടെ ഈ യോഗത്തിൽ വന്ന TKM കോളേജിൻ്റെ ചെയർമാൻ, അദ്ദേഹത്തിന് ഇപ്പം ശാരീരികമായിട്ട് ഇപ്പം അവസരം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ പരിപാടി പങ്കെടുക്കുകയും അദ്ദേഹം പിന്നെ ഇരുന്ന് സംസാരിക്കാൻ നമ്മൾ അഭ്യർത്ഥിച്ചിട്ട് അത് കൂട്ടാക്കാതെ വേദിയിലെ ഡയസിൽ വന്നിരുന്ന് സംസാരിക്കാൻ കാണിച്ച ആ സ്നേഹ നമ്മളോടുള്ള TKM80 ആ അംഗീകാരം നമ്മൾ അർഹിക്കുന്നു. അദ്ദേഹത്തിന് TKM80 പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഈ പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ ഹൃദയത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്ത TKM കോളേജിൻ്റെ ട്രസ്റ്റ് മെമ്പർ ശ്രീ ജമാലുദ്ദീൻ മുസലിയാർ, ശ്രീ മുഹമ്മദ് ഹാറൂൺ, TKM കോളേജിൻ്റെ നിലവിലെ പ്രിൻസിപ്പൽ ശ്രീമതി MJ ഷീബ, ഈ യോഗത്തിൽ പങ്കെടുത്ത നമ്മുടെ മുൻ പ്രിൻസിപ്പാൾ ശ്രീ CKG നായർ സാർ, TKM അലൂമിനി അസോസിയേഷൻ്റെ ചെയർമാൻ ശ്രീ സാജൻ ഹിലാൽ, കൂടാതെ ഇവിടെ വന്ന നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ TKM80 ആദരവ് സ്വീകരിച്ച എല്ലാ റാങ്ക് ഹോൾഡേഴ്സിനും അവരുടെ കുടുംബാംഗങ്ങളെയും ഈ പരിപാടിയിലെ നമ്മുടെ TKM80 ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ വിശിഷ്യ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരുണ്ട്. അതിൽ ഈ പരിപാടിക്ക് വേണ്ടി മാത്രമായിട്ടാണെന്ന് തോന്നുന്നു ശ്രീ വർക്കല അഷ്റഫ്, അദ്ദേഹം ഇവിടെ UK-യിലാണ്. അതിനുവേണ്ടി മാത്രമായിട്ട് പങ്കെടുക്കാനുള്ള ശ്രീ വർക്കല അഷ്റഫ് ഉണ്ട്. ശ്രീ പ്രദീപ് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന TKM80 വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും TKM80 അംഗങ്ങൾ, അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരെയും TKM80 പേരിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.